ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 34-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ഓഫ് 4ഉം ഡിവിസിബിലിറ്റി ഓഫ് 5ഉം ആണ്. ഓക്കെ, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ഓഫ് 4 ആണ്. ഡിവിസിബിലിറ്റി ഓഫ് 4 ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂളാണ്. ഇവിടെ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ നോക്കുന്നില്ല, 3 ഡിജിറ്റ് നമ്പർ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള റൂൾ എന്ന് പറയുന്നത്, ഒരു നമ്പറിനെ 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ആ ഫുൾ ഡിജിറ്റ് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 428. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ 428 എന്ന് പറയുന്ന നമ്പർ 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുഴുവൻ നമ്പറും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെക്ക് ചെയ്താൽ മതി? ഇത് ലാസ്റ്റ് 2 ഡിജിറ്റ് ആയ 28 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം 28 എന്ന് പറയുന്ന നമ്പർ 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ്. 7 into 4 28 ആണ്. അപ്പൊ 28 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 428 എന്ന് പറയുന്ന നമ്പറും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ഡിവിസിബിലിറ്റി ഓഫ് 4ന്റെ റൂൾ വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ എന്താണ്? ആ ഫുൾ ഡിജിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പൊ ഈ ഒരു റൂൾ ആയതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യാത്തത്. ഓക്കെ, 3 ഡിജിറ്റ് നമ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 916 നോക്ക്. 916 ഇപ്പൊ 916 എന്ത് ചെയ്യണം? നമുക്കിത് 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുൾ നമ്പർ എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് എടുത്താൽ മതി? ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിട്ടുള്ള 16 മാത്രം ചെക്ക് ചെയ്താൽ പറയാം. 16 എന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്. Therefore 916 ഓൾസോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4. മറ്റൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. 532 അല്ലെ, 532 എന്ന് പറയുന്ന നമ്പർ ചെക്ക് ചെയ്യേണ്ടത് എന്താ? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണോ ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്താൽ മതി? ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നോക്കാം. ഇപ്പൊ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 32 ആണ്. നമുക്കറിയാം 32 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്. 8 into 4 32 ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് 532 എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പോൾ 4ന്റെ റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ദി നമ്പർ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4, then the whole number is divisible by 4, also divisible by 4. ഇതാണ് ഇതിന്റെ റൂൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിവിസിബിലിറ്റി ഓഫ് 4 ഈ നമ്പേഴ്സ് ഒക്കെ ഇപ്പൊ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ നമ്പർ 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് മനസ്സിലാവും. ഇത് 5 സിമ്പിൾ ആണ് അല്ലെ. ഡിവിസിബിലിറ്റി ഓഫ് 5 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ്. അപ്പൊ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യാൻ ഒരു കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി. യൂണിറ്റ് പ്ലേസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ യൂണിറ്റ് പ്ലേസ് എന്താണോ നോക്കണം. യൂണിറ്റ് പ്ലേസ് 0 or 5. ഒരു നമ്പറിന്റെ യൂണിറ്റ് പ്ലേസ് 0യോ അല്ലെങ്കിൽ 5ഓ ആണെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ഓക്കെ, മറ്റൊരു നമ്പർ വന്നു കഴിഞ്ഞാലും പറ്റില്ല, 0 ആയിരിക്കണം അല്ലെങ്കിൽ 5 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് 120 എടുക്കുന്നു. 20യുടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. അതുപോലെ 1 2 5 6 5 12,565 ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അതുകൊണ്ട് ഈ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. 5ന്റെ റൂൾ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ്. നമ്മൾ 2ന്റെ ഒക്കെ ചെയ്തതുപോലെ യൂണിറ്റ് പ്ലേസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ യൂണിറ്റ് പ്ലേസ് 0 or 5 ആണെങ്കിൽ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 5 ആയിരിക്കും. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് 4 and 5. ഡിവിസിബിലിറ്റി ഓഫ് 4 എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ഹോൾ നമ്പർ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ഇനി 5 ആണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? യൂണിറ്റ് പ്ലേസ് ചെക്ക് ചെയ്യുക. യൂണിറ്റ് പ്ലേസ് 0 or 5 അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് കാണുന്നത് വരെ